നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിന്ദുമതത്തിനെതിരെ രാഹുൽ പരാമർശം നടത്തിയെന്ന് ബി.ജെ.പി. ആരോപിക്കുന്ന പാർലമെന്റ് പ്രസംഗമാണ് മാതൃഭൂമി പ്രധാന വാർത്തയാക്കിയത്. പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രേയാംസ് കുമാറിനെതിരെയാണ് ബി.ജെ.പി. ആരോപണം ഉന്നയിക്കുന്നത്. ശ്രേയാംസ് കുമാറിന്റെ ബിസിനസ് സംരംഭങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ നീങ്ങാനുള്ള സാധ്യതയും ചില നേതാക്കൾ തള്ളിക്കളയുന്നില്ല. രാഹുൽ നന്ദി വിവാദത്തിൽ പത്രത്തിന്റെ പ്രചാരം ഗണ്യമായി കുറയാൻ തുടങ്ങിയതോടെ മാനേജിംഗ് എഡിറ്റർ പി.വി. ചന്ദ്രൻ എഡിറ്റർ മനോജ് കെ ദാസിനെതിരെ രംഗത്ത് വന്നതോടെയാണ് RSS പറയുന്നത്. സ്ഥിതി അപകടകരമാണെന്ന് ചൂണ്ടിക്കാട്ടി സർക്കുലേഷൻ വിഭാഗം ജനറൽ മാനേജർ മാനേജിംഗ് എഡിറ്റർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. തിരുവനന്തപുരത്ത് മാത്രം 5000 പത്രം കുറഞ്ഞു. കേരളത്തിനകത്തും പുറത്തും ഗണ്യമായ തോതിലാണ് പത്രത്തിന് കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പി.വി. ചന്ദ്രൻ എഡിറ്ററെ വിളിച്ച് ക്ഷുഭിതനായെന്നും RSS വൃത്തങ്ങൾ പറയുന്നു. ഉടനെ ഡയറക്ടർ ബോർഡ് യോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് പി.വി. ചന്ദ്രനും മകനും ജോയിന്റ് മാനേജിംഗ് എഡിറ്ററുമായ പി.വി. നിതീഷും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പി.വി. ചന്ദ്രന്റെ കുടുംബത്തിന്റെ എതിർപ്പ് മറികടന്നാണ് ശ്രേയാംസ് കുമാർ പത്രാധിപരെ നിയമിച്ചതെന്നാണ് പറയപ്പെടുന്നത്. രാഹുൽ നന്ദി തലക്കെട്ട് കരുതിക്കൂട്ടിയുള്ള ഗൂഢാലോചനയാണെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. LDF-ൽ നിന്ന് പരിഗണന കിട്ടാത്ത സാഹചര്യത്തിൽ ശ്രേയാംസ് കുമാർ പക്ഷം UDF-ലേക്ക് പോകാനുള്ള ഒരുക്കം നടത്തുന്നുണ്ട്. KC വേണുഗോപാലാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വിവാദം ഉണ്ടാക്കിയത്. നന്ദി രാഹുൽ തലക്കെട്ട് പത്രത്തിന്റെ നയം മാറ്റം പ്രഖ്യാപനമാണെന്നായിരുന്നു മനോജ് കെ ദാസിന്റെ നിലപാടെന്ന് RSS പറയുന്നു. ജന്മഭൂമി പറയുന്നത് ഇങ്ങനെയാണ്: ബി.ജെ.പി. അനുഭാവികൾ പത്രം നിർത്തിയാലും ന്യൂനപക്ഷ വരിക്കാർക്കിടയിൽ പത്രത്തിന് സ്വീകാര്യത കൂടുമെന്നതാണ് ന്യായം. ജൂലൈ 22-ന് ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വീരേന്ദ്രകുമാർ അനുസ്മരണ പ്രഭാഷണത്തിലൂടെ മാതൃഭൂമി നയം മാറ്റം കൂടുതൽ വ്യക്തമാകുമെന്നും മനോജ് കെ ദാസ് വിശദീകരിച്ചിരുന്നു. അനുസ്മരണ പ്രഭാഷണത്തിന് അരുന്ധതി റോയിയെ പങ്കെടുപ്പിക്കാനായിരുന്നു ശ്രമം. അവരെ കിട്ടിയില്ലെങ്കിൽ ബി.ജെ.പിയുടെ പ്രഖ്യാപിത ശത്രുക്കളിൽ ഒരാളെ കണ്ടെത്തുമെന്നും മനോജ് കെ ദാസ് യോഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. CPM കേന്ദ്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയിൽ വന്ന 2 വ്യാജ വാർത്തകളും മാനേജ്മെന്റ് താൽപര്യത്തിനു വേണ്ടി കൊടുത്തതാണെന്നും മനോജ് കെ ദാസ് വെളിപ്പെടുത്തി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രേയാംസ് കുമാറിന് LDF ടിക്കറ്റ് നിഷേധിച്ചതോടെയാണ് UDF-ലേക്ക് ചാടാനുള്ള നീക്കം. കേരളത്തിലെ ലോക്സഭാ ഫലസൂചന പ്രകാരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നാണ് ജയസാധ്യതയെന്നും ശ്രേയാംസ് കുമാർ പറയുന്നു. പത്രത്തിന്റെ നയം മാറ്റം മുതലാളിയുടെ രാഷ്ട്രീയ മലക്കം മറിച്ചിലിന് ശക്തിയേകാനാണെന്ന് ചുരുക്കമെന്നാണ് ബി.ജെ.പി. പറയുന്നത്. ശ്രേയാംസ് കുമാറിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ മാതൃഭൂമി ശ്രമിക്കുന്നതിനെക്കുറിച്ച് മുമ്പും വാർത്തകൾ വന്നിരുന്നു. ശ്രേയാംസ് കുമാറിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് നീങ്ങാൻ സമ്മതിച്ചാൽ പത്രം തകരുമെന്നാണ് പറയപ്പെടുന്നത്. ശ്രേയാംസ് കുമാറിന്റെ പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നൽകാത്തത് മുതലാണ് മുഖ്യമന്ത്രിയും ശ്രേയാംസ് കുമാറും തെറ്റിത്തുടങ്ങിയത്. കൽപ്പറ്റയിൽ നിന്ന് ശ്രേയാംസ് കുമാർ തോറ്റപ്പോഴാണ് പിണറായി ശ്രേയാംസ് കുമാർ പോര് തുടങ്ങിയത്. കൽപ്പറ്റയിലെ പരാജയത്തിന് കാരണം CPM ആണെന്ന ചിന്ത ശ്രേയാംസിനുണ്ടായി. അതോടെ ബന്ധം വഷളായി. ഇതിന് പിന്നാലെ മന്ത്രിസ്ഥാനം ലഭിക്കാത്തതും തർക്കത്തിന് വിധേയമായി. തികച്ചും അപ്രതീക്ഷിതമായി മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ സർക്കാരിനെതിരെ തിരിഞ്ഞത് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. ഇത്തരത്തിലൊരു തുറന്ന നിലപാട് സ്വീകരിക്കാതിരുന്നാൽ ശ്രേയാംസ് കുമാർ പ്രതിസന്ധിയിലാകുമായിരുന്നു. ശ്രേയാംസിന്റെ നിശബ്ദത മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു.